ഹലോ എവരിവൺ. അപ്പോൾ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പഠിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. നമ്പർ 5 ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾക്ക് ജർമ്മനിയിൽ ഒരു ജോബ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടായിരിക്കണം, എസ്പെഷ്യലി ജർമ്മൻ ലാംഗ്വേജ്. ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ജർമ്മനിയിൽ ജോലി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ജർമ്മൻ ലാംഗ്വേജ് ജർമ്മനിയിൽ ഒരു ജോബ് കിട്ടാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ കോഴ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും, വന്നു കഴിഞ്ഞ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പയ്യെ ഇരുന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മതിയെന്ന്. ബട്ട് അങ്ങനെയല്ല. നിങ്ങൾ ഓൺസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഒരു പാർട്ട് ടൈം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങളെ കോഴ്സ് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നോ, അത്രയും ഇമ്പോർട്ടൻസ് തന്നെ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. കാരണം നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹെവി ജോബ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ കോഴ്സ് പഠിച്ച് തീർന്നതിന് ശേഷം ഒരു ജോബ് കിട്ടാനായിട്ടാണെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി തന്നെയാണ്. അതിനുശേഷം നിങ്ങളെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അടുത്ത ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ച ഫീൽഡിൽ ജോബ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ്വെയർസ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ പഠിക്കുന്നത് അത് റിലേറ്റ് ചെയ്തിട്ട് എന്തെല്ലാം സ്കില്ലാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് നോക്കിയിട്ട് ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയെങ്കിൽ ജർമ്മനിയിൽ ജോബ് കിട്ടും. ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ട് ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടൂല, ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ്. ബട്ട് അതെല്ലാം ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു 5 കാര്യം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോബ് കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല.